أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സബാഹുൽ ഖൈർ അഫ്കാറു സബാഹ്, ശുഭദിനം പ്രഭാത ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഭാതം ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സക്കീനത്തിൻ്റെയും പ്രഭാതമാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുവിൽ നിന്നുള്ള രക്ഷയും ശാന്തിയും സമാധാനവും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, ദുരന്തങ്ങൾ, മുസീബത്തുകൾ, മഹാമാരികൾ, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉത്ബോധിപ്പിക്കുന്നു, ഉണർത്തുന്നു. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഹദീസുകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അരുളിയതായി അബൂ സലമ റളിയല്ലാഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത്. അൻ അബീ സലമ റളിയല്ലാഹു അൻ ഖാൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മൻ ലഖിയല്ലാഹു യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് وآمن بالغيث وآمن بالبعث والحساب دخل الجنة. അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയതായി ഞാൻ കേട്ടു, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചുകൊണ്ടും മരണത്തിന് ശേഷം പുനർജീവിപ്പിക്കപ്പെടുന്നതിലും വിചാരണ നടത്തപ്പെടുന്നതിലും വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിനെ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. സഹോദരങ്ങളെ, ബഹുമാനികളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഒരു തിരുവചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയത്. കാരണം നമ്മളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടും സമ്മർദ്ദങ്ങൾ കൊണ്ടും ജീവിതത്തിൻ്റെ തിരക്ക് കാരണമൊക്കെ ചിലപ്പോൾ അള്ളാഹുവിനോടുള്ള ഹക്കിൽ അഥവാ അള്ളാഹു നിർബന്ധ ബാധ്യതയാക്കി നിശ്ചയിക്കപ്പെട്ട പല കാര്യങ്ങളിൽ നിന്നും, പല ആരാധനാ കർമ്മങ്ങളിൽ നിന്നും നമ്മൾ ചിലപ്പോൾ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ കൊണ്ടുമൊക്കെ നാം അള്ളാഹു നിർബന്ധമാക്കിയ പല കാര്യങ്ങളും അതിൽ ചിലപ്പോൾ ഉദാസീനതയോ അല്ലെങ്കിൽ അതിൽ അലംഭാവമോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയേക്കാം. ഉദാഹരണം പറഞ്ഞാൽ 5 നേരമുള്ള നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയ ഇബാദത്താണ്. അതുപോലെ റമദാൻ മാസത്തിലുള്ള നോമ്പ്, അതുപോലെ തന്നെ സക്കാത്ത്, ഹജ്ജ്, ഇങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ നിർബന്ധ ബാധ്യതയായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങൾ, അതിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ അല്ലാഹു തആല യഗ്ഫിറു മൻ യശാ യുഅദ്ദിബു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ചിലപ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ
നമ്മുടെ പോരാക്കുറവുകൾ ചിലപ്പോൾ അള്ളാഹു പരിഹരിച്ചെന്ന് വന്നേക്കാം. പക്ഷേ വിശ്വാസപരമായ കാര്യമുണ്ട്. അള്ളാഹുവിലും അവൻ്റെ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസവും മരണാനന്തരം പുലരാനിരിക്കുന്ന ജീവിതത്തിൽ അവിടെ നടക്കുന്ന വിചാരണയും പാരത്രിക ഖബർ ജീവിതവും അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിപ്പെടുമ്പോൾ മഹ്ശറയിൽ വെച്ചുള്ള വിചാരണയും സ്വർഗ നരകങ്ങളെക്കുറിച്ചുള്ള വിശ്വാസവും ആ വിശ്വാസത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള കലർപ്പുകൾ വന്നാൽ നമ്മളുടെ പാരത്രിക ജീവിതം നഷ്ടപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പാരത്രിക ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന സംസാരങ്ങൾ, അതുപോലെ തന്നെ വിശ്വാസമില്ലാത്ത പ്രവർത്തനങ്ങൾ, സംസാരങ്ങളൊക്കെ നമുക്ക് നാളെ മരണാനന്തരം നഷ്ടമായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ചിലർ വിശ്വാസികളിൽ ചിലപ്പോൾ തമാശയായിട്ടെങ്കിലും പറയുന്നത് കാണാം, മരണാനന്തരം നമ്മൾ ആരെങ്കിലും മരിച്ചുപോയവർ തിരിച്ചു വന്ന് അവിടുത്തെ അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ടോ? അതല്ല എങ്കിൽ ആരെങ്കിലും അവിടെ പോയി പാരത്രിക ജീവിതത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥ, ഖബർ ജീവിതമോ അല്ലെങ്കിൽ നരകമോ സ്വർഗമോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ പറയുന്നു, നമ്മളും വിശ്വസിക്കുന്നു എന്നല്ലാതെ ഇതൊന്നും ആരും പോയി കണ്ടിട്ടില്ല എന്ന് നമ്മൾ തമാശ രൂപത്തിലെങ്കിലും പറയാറുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ബഹുമാനികളെ, വിശ്വാസപരമായ കാര്യങ്ങളിൽ അഥവാ നമ്മളുടെ മരണാനന്തര ജീവിതവും ഖബർ ജീവിതവും സ്വർഗനരകങ്ങളെക്കുറിച്ചുമുള്ള നമ്മളുടെ ലാഘവത്തോടെയുള്ള ഈ പറച്ചിൽ പോലും നമ്മളുടെ ഈമാനിൻ്റെ ദുർബലതയും ഈമാനെ നഷ്ടപ്പെടുത്തി കളയുന്ന പ്രവർത്തനങ്ങളാണ്, വാക്കുകളാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്ലാമികപരമായ നിർബന്ധ ബാധ്യതകളിൽ എന്തെങ്കിലും പോരാക്കുറവുകളുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഹക്കാണ്. അള്ളാഹു മനുഷ്യന് പുറത്തു കൊടുക്കും, അവൻ ശിക്ഷിക്കും. പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ വാക്കുകളിലൂടെ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളിൽ നിന്നും തെറ്റിപ്പോകുന്ന അവസ്ഥ നാം ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഈ വചനങ്ങൾ നമുക്ക് പാരത്രിക ജീവിതത്തിൽ നമുക്ക് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, മൻ ലഖി അള്ളാഹുവിനെ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ, എങ്ങനെ കണ്ടുമുട്ടിയാലാണ്? യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹതയുള്ളവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ജീവിതത്തിൽ പ്രഖ്യാപിക്കുകയും വന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് പ്രഖ്യാപിക്കുകയും അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നിലയിലാണ് നാളെ അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുക എന്നതെങ്കിൽ ആമന ബിൽ ബഅസി, മരണാനന്തരമുള്ള ജീവിതത്തിലും അവന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, വൽ ഹിസാബ്, വിചാരണ, നാളെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെറുതും വലുതുമായ കാര്യങ്ങളെ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളുടെ നമസ്കാരമോ നോമ്പോ മറ്റ് ഏതെങ്കിലും സൽക്കർമ്മങ്ങളോ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു നിബന്ധനയായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ല. മറിച്ച് അള്ളാഹുവിലും അവൻ്റെ റസൂലിലുമുള്ള വിശ്വാസവും മരണാനന്തര ജീവിതമുണ്ട് എന്നുള്ള വിശ്വാസവും വിചാരണയും അതിൽ അടിയുറച്ച വിശ്വാസവും ഉള്ളവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഥവാ വിശ്വാസ സംഹിതകളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അള്ളാഹ് തുറന്നുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തരം വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പടച്ച തമ്പുരാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതം ഈ ഹദീസിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല ധന്യമാക്കി തരുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, ദുരന്തങ്ങൾ, മുസീബത്തുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ ഈ പ്രഭാതത്തിൽ നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ.
അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാവിധ ശാന്തിയും സമാധാനവും എല്ലാവിധ ഐശ്വര്യങ്ങളും അള്ളാഹു ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ലൊരു പ്രഭാതത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അള്ളാഹു തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഊസിക്കും ബിദ്വാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.